ഒരുപാട് സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമ്മളൊരു ഷവറിൻ്റെ ചുവടെ പോയിട്ട് കുറേ നേരം വെള്ളത്തിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സ്ട്രെസ്സ് റിലീഫ് ആവാറുണ്ട്. പലരും ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരുപാട് നെർവ് എൻഡിങ്സ് നമ്മളെ ഈ സ്കിന്നിലുണ്ട്. ഈ സ്കിന്നിൽ ഈ തണുത്ത വെള്ളം തട്ടുന്ന സമയത്ത് അത് സ്റ്റിമുലേറ്റായി അത് തലച്ചോറിൽ പെട്ടെന്ന് എത്തിയിട്ട് അത് നമ്മളെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തണുത്ത വെള്ളം കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണ് എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ട് തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊന്നും പനി ജലദോഷങ്ങളൊന്നും വരാറില്ല എന്നുള്ളൊരു സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത്, അതായത് നോർമൽ വാട്ടർ കൊണ്ട് കുളിക്കുന്ന സമയത്ത് അവരുടെ ഹാർട്ട് റേറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹാർട്ട് റേറ്റ് കൂടും. ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടുകയാണ്. അപ്പം ഈ ഒരു ബ്ലഡ് ഫ്ലോ കൂടുന്നതും നമ്മളൊരു ഹെൽത്തി ലിവിങ്ങിന് നല്ലതാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ട് കുളിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ചുടുവെള്ളം കൊണ്ട് കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള പോർസ് ഓപ്പൺ ആയിട്ട് അതിനകത്തുള്ള ഓയിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഈ ഓയിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്കിന്ന് വളരെ ഡ്രൈ ആയി നമുക്ക് സ്കിൻ കംപ്ലൈൻറ്റുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്.